നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. പാലക്കാട് ജില്ലയിൽ നിപ്പ. തച്ചനാട്ടുകരയിൽ നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ. തച്ചമ്പാറയിലെ 4 വാർഡുകളും കരിമ്പുഴയിലെ 2 വാർഡുകളും അടച്ചിട്ടു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എല്ലാവിധ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും കളക്ടർ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ഒരു ജീവൻ നഷ്ടമായത് ആരോഗ്യമന്ത്രിയുടെ നിരുത്തരവാദ പ്രസ്താവന മൂലമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MP രമേശ്. ഒറ്റപ്പാലത്ത് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ നേതൃയോഗം. ആരോഗ്യമേഖലയിലെ അനാസ്ഥയ്ക്കെതിരെ തൃശൂർ DMO ഓഫീസിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഒറ്റപ്പാലം നഗരസഭാ സെക്രട്ടറിക്കെതിരെ മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ സുതാര്യമാക്കാൻ സെക്രട്ടറിയെ ഉടൻ മാറ്റണമെന്ന് നേതാക്കൾ. ഒറ്റപ്പാലം NSS കോളേജിൽ പോലീസും ഇടത് അധ്യാപക സംഘടനയും ചേർന്ന് സംഘടനാ സ്വാതന്ത്ര്യവും യൂണിയൻ പ്രവർത്തന സ്വാതന്ത്ര്യവും നിഷേധിക്കുകയാണെന്ന ആരോപണവുമായി KSU. നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ പിന്നിട്ടിട്ടും ലക്കിടിപ്പേരൂർ പഞ്ചായത്തിലെ പൂക്കാട്ടുകുന്ന് പ്രൈമറി ഹെൽത്ത് സെന്റർ തുറക്കാൻ നടപടിയായില്ല. പ്രതിഷേധവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. അടഞ്ഞുകിടക്കുന്ന ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ കോൺഗ്രസിന്റെ ഉപവാസ സമരം. വാർത്തകൾ വിശദമായി. തച്ചനാട്ടുകരയിൽ നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ G. പ്രിയങ്ക. തച്ചമ്പാറയിലെ 4 വാർഡുകളും കരിമ്പുഴയിലെ 2 വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. ജില്ലയിൽ നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പാലക്കാട് മെഡിക്കൽ കോളേജിൽ കൺട്രോൾ റൂം ആരംഭിച്ചതായും ജില്ലാ കളക്ടർ G. പ്രിയങ്ക പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് തച്ചനാട്ടുകരയിലെ 8-ാം വാർഡിൽ 38 വയസ്സുള്ള വ്യക്തിക്ക് നിപ്പയാണെന്ന സംശയമുണ്ടായത്. ഇദ്ദേഹം മണ്ണാർക്കാട് മൗലാന ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. സാമ്പിൾ ഫലം പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിക്കും. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പൊതുജനം കർശനമായും ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഇന്ന് രാവിലെ 9:30 ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വീണ മിനിസ്റ്റർ മീറ്റിംഗ് എടുത്തിരുന്നു. ആ മീറ്റിംഗിൽ നമുക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളെന്ന് പറഞ്ഞാൽ ഈ 26 കമ്മിറ്റികൾ ഫോം ചെയ്യണം, അവരുടെ കാര്യങ്ങൾ തുടങ്ങട്ടെ എന്നാണ് നമുക്കുള്ള നിർദ്ദേശം കിട്ടിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു 26 കമ്മിറ്റീസ് ഫോം ചെയ്തിട്ടുണ്ട്. അതല്ലാതെ കൺട്രോൾ റൂമും മെഡിക്കൽ കോളേജിൽ തുടങ്ങാൻ പോവുകയാണ്. ആ കൺട്രോൾ റൂമിന്റെ ഫോൺ നമ്പർ പെട്ടെന്ന് തന്നെ നമ്മൾ പ്രസിദ്ധീകരിക്കും. പിന്നെ കണ്ടെയ്ൻമെന്റ് സോണോ കൂടെ ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്. തച്ചനാട്ടുകരയിൽ ഒരു 4 വാർഡുകളും പിന്നെ കരിമ്പുഴ പഞ്ചായത്തിൽ ഒരു 2 വാർഡുകൾ, ഇങ്ങനെ 6 വാർഡുകളാണ് ഇത് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അടുത്ത ഒരു മണിയിൽ ആവും അത്. പിന്നെ അതല്ലാതെ ഈ കണ്ടെയ്ൻമെന്റ് സോണിൽ കർശനമായിട്ടുള്ള നിബന്ധനകൾ ഉണ്ടായിരിക്കും. കണ്ടെയ്ൻമെന്റ് സോണിൽ അകത്തും പുറത്തും കയറുന്നത് പാടില്ല. എസെൻഷ്യൽ സർവീസസ് മാത്രമാണ്. എല്ലാ മൂവ്മെന്റ്സും റെസ്ട്രിക്റ്റഡ് ആണ്. വിവിധ മേഖലകളിൽ നടപ്പാക്കേണ്ട നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമ്പർക്കത്തിലുണ്ടായിരുന്ന 56 പേർ നിരീക്ഷണത്തിലാണ്. ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് നിബന്ധനകൾ നടപ്പാക്കിയത്. മുൻകരുതൽ സ്വീകരിക്കാൻ പഞ്ചായത്ത് തലം മുതൽ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് ഒരു ജീവൻ നഷ്ടമായത് ആരോഗ്യമന്ത്രിയുടെ നിരുത്തരവാദ പ്രസ്താവന മൂലമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MP രമേശ്. മന്ത്രിയുടെ പ്രസ്താവനയെ തുടർന്ന് രക്ഷാപ്രവർത്തകർ പിന്തിരിഞ്ഞെന്ന് MP രമേശ് ചൂണ്ടിക്കാട്ടി. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ നേതൃയോഗം ഒറ്റപ്പാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP രമേശ്. കോടികൾ ചിലവഴിച്ചിട്ടും സർക്കാർ ആശുപത്രി കെട്ടിടങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെന്നും MT രമേശ് പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നതിൽ ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയെ തുടർന്ന് രക്ഷാപ്രവർത്തകർ പിന്തിരിഞ്ഞതുകൊണ്ടാണ് ഒരു ജീവൻ നഷ്ടമായത്. ആശുപത്രികളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്രം നൽകുന്ന പണം കൃത്യമായി ചെലവഴിക്കുന്നില്ല. LDF ഗവൺമെന്റിനെ പോലെ ഇത്രമാത്രം ജനവിരുദ്ധ സർക്കാർ മറ്റൊന്നില്ല. ഈ ജനവിരുദ്ധ സർക്കാരിനെ തുറന്നു കാണിക്കാൻ UDFന് കഴിയുന്നില്ലെന്നും MT രമേശ് പറഞ്ഞു. എന്തുറപ്പിലാണ് ആളുകൾ ആശുപത്രിയിലേക്ക് പോവുക? എന്ത് സുരക്ഷയാണ് ആശുപത്രികൾക്കുള്ളത്? ഏത് നിമിഷവും ചോർന്നൊലിക്കുന്ന, ഏത് നിമിഷവും പൊട്ടിപ്പൊടിഞ്ഞു വീഴുന്ന, ജീവൻ ഭീഷണിയായി നിൽക്കുന്ന കെട്ടിടങ്ങൾ. ഇത് മാറ്റാനാണല്ലോ സർക്കാർ പണം കൊടുക്കുന്നത്. അത് മാറ്റുന്നില്ലല്ലോ. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഇത്രമാത്രം ജനവിരുദ്ധമായ ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ നേരിട്ടായിട്ടില്ല.
പക്ഷെ നോക്കുന്നുണ്ടെങ്കിൽ ആ ജനവിരുദ്ധമായിട്ടുള്ള ഗവൺമെന്റിനായിട്ടുള്ള വികാരം പ്രയോജനപ്പെടുത്താൻ UDF സാധിക്കുന്നില്ല എന്നുള്ളതാണ് നിലമ്പൂരിൽ കണ്ടത്. സത്യത്തിൽ പിണറായി വിജയൻ സർക്കാരിന് എതിരായുള്ള ജനവിരുദ്ധം, ജനങ്ങളുടെ വികാരത്തെ നാം ഒരു മാനദണ്ഡമാക്കി എടുത്താൽ UDF സ്ഥാനാർത്ഥി ഒരു 10-35,000 വോട്ടിന് ജയിക്കേണ്ടതായിരുന്നു. പക്ഷെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോയതാണ്. ജമാഅത്തെ ഇസ്ലാമിനെ കൂടെ കൂട്ടിയിട്ടും കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോയതാണ്. BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഇൻചാർജ് KK അനീഷ്, ജനറൽ സെക്രട്ടറിമാരായ സിനി മനോജ്, ബാബു പൂക്കാട്ടിരി, B. മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ആരോഗ്യമേഖലയിലെ അനാസ്ഥയ്ക്കെതിരെ തൃശൂർ DMO ഓഫീസിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. യൂത്ത് ലീഗ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. വടക്കേ സ്റ്റാൻഡ് പരിസരത്തു നിന്ന് ആരംഭിച്ച മാർച്ച് DMO ഓഫീസ് പരിസരത്ത് വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. മുസ്ലിം യൂത്ത് ലീഗ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആരോഗ്യമേഖലയുടെ തകർച്ചയ്ക്കു കാരണം വീണ വൈറസ് എന്ന് പാലക്കാട് DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് രോഗി മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധിച്ച് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുമേഷ് അച്യുതൻ. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ മാറ്റാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന മുന്നറിയിപ്പുണ്ടായിട്ടും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉപയോഗിക്കാൻ അനുവദിച്ചതാണ് ബിന്ദുവിൻ്റെ മരണത്തിനിടയാക്കിയത്. അപകടത്തെ മന്ത്രിമാരായ വീണ ജോർജും വാസവനും നിസ്സാരവൽക്കരിച്ചത് രക്ഷാപ്രവർത്തനം മണിക്കൂറുകൾ വൈകിപ്പിച്ചു. ഇത് മന്ത്രിമാരുടെ ഉത്തരവാദിത്തമില്ലായ്മയാണെന്ന് യൂത്ത് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ആരോഗ്യമന്ത്രി സിസ്റ്റത്തിൻ്റെ പേരിൽ അനുദിനം പുകമറ സൃഷ്ടിച്ച് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. DCC പരിസരത്തു നിന്നാണ് പ്രകടനം ആരംഭിച്ചത്. സുൽത്താൻപേട്ടയിൽ സമാപിച്ചു. തുടർന്ന് റോഡ് ഉപരോധിച്ച പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചു. പ്രതിഷേധം നീണ്ടുപോയതോടെയാണ് പോലീസുമായി സംഘർഷമുണ്ടായത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ്, മണ്ഡലം പ്രസിഡന്റ് PS വിപിൻ, KSU ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി, വിനോദ് ചെറാട്, ജനറൽ സെക്രട്ടറിമാരായ ശ്യാം ദേവദാസ്, PT അജ്മൽ, അജാസ് കുഴൽമന്ദം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം NSS കോളേജിൽ പോലീസും ഇടത് അധ്യാപക സംഘടനാ ഭാരവാഹികളും ചേർന്ന് രാഷ്ട്രീയവും യൂണിയൻ പ്രവർത്തന സ്വാതന്ത്ര്യവും നിഷേധിക്കുകയാണെന്ന് KSU. നിസ്സാര കാര്യങ്ങൾക്കു പോലും KSU പ്രവർത്തകരെ വേട്ടയാടുന്ന പോലീസും കോളേജ് അധികാരികളും SFIയെ വീണ്ടും യൂണിയൻ നേതൃത്വത്തിലെത്തിക്കാനുള്ള ശ്രമത്തിലാണെന്ന് KSU ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലം പ്രസിഡന്റ് B. ജിത്തു പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒറ്റപ്പാലം NSS കോളേജിൽ SFIക്ക് അധികാരം നഷ്ടപ്പെട്ടതു മുതൽ പോലീസ് KSU പ്രവർത്തകരെ വേട്ടയാടുകയാണ്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് പോലും അട്ടിമറിക്കാൻ ശ്രമിച്ചു. മുൻ പ്രിൻസിപ്പലും റിട്ടേണിംഗ് ഓഫീസറായ അധ്യാപികയും DYSPയും ഒത്തുചേർന്നാണ് SFIക്ക് വേണ്ടി പ്രവർത്തിച്ചത്. കോളേജിൽ PTA മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത് പോലും DYSPയാണ്. ഇത്തരത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ മുൻ പ്രിൻസിപ്പാലിനെ അധിക്ഷേപിക്കുകയും ചെയ്തു. ഒറ്റപ്പാലം NSS കോളേജിൽ KSU യൂണിയൻ പിടിച്ചെടുത്തതു മുതൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നും അസ്വസ്ഥമായ അനുഭവമാണ് ഉണ്ടാകുന്നതെന്നും KSU നേതാക്കൾ പറഞ്ഞു. ചെറിയ വാക്കേറ്റമുണ്ടാകുമ്പോൾ പോലും ജാമ്യമില്ലാത്ത കേസെടുത്ത് ജയിലിലടയ്ക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. 2ാം വർഷ SFI പ്രവർത്തകനെ 1ാം വർഷ KSU വിദ്യാർത്ഥികൾ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസ് രാഷ്ട്രീയ പ്രേരിതമായിരുന്നു. കോളേജിൽ പോലീസ് ഇടപെടൽ നിത്യസംഭവമായിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ജൂലൈ 1 കോളേജിൽ ആൻറ്റി റാഗിംഗ് സെല്ലിന് പരാതി കൊടുക്കാൻ പോയ KSUക്കാരെ പോലീസിന് മുന്നിലിട്ട് SFI പ്രവർത്തകർ മർദ്ദിച്ചിരുന്നു. സംഭവത്തിൽ 2 കൂട്ടർക്കുമെതിരെ കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥനായ പ്രൊബേഷൻ SIയെ സ്ഥലം മാറ്റി. താൽപ്പര്യത്തിനനുസരിച്ച്
നിൽക്കാത്ത എല്ലാവരെയും ഇത്തരത്തിലാണ് ക്രൂശിക്കുന്നത്. പോലീസ് നടപടിക്കെതിരെ KSU തുടർ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും KSU ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലം പ്രസിഡന്റ് B. ജിത്തു പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ മാർച്ചിന് ശേഷം തുടർ നടപടി ഉണ്ടായില്ലെങ്കിൽ DYSP ഓഫീസ് മാർച്ച് നടത്തും. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും KSU നേതാക്കൾ വ്യക്തമാക്കി. അന്ന് പ്രിൻസിപ്പളുടെ ഓഫീസിൽ കയറി പ്രിൻസിപ്പളെ അടക്കം ആക്ഷേപിച്ചു. അന്നത്തെ പ്രിൻസിപ്പൾ ഏറ്റവും റിട്ടേണിംഗ് ഓഫീസറാണ്, എല്ലാം ഇലക്ഷന്റെ റിട്ടേണിംഗ് ഓഫീസറാണ് എല്ലാം. അങ്ങനെ ഇരിക്കെ പ്രിൻസിപ്പളെ കയറിയിട്ട് നട്ടലില്ലാത്തവൻ, കഴിവില്ലാത്തവൻ, തന്റെ ഇല്ലാത്തവൻ, അങ്ങനത്തവൻ ഇങ്ങനത്തെ ഒരു ഓഫീസിനകത്ത് കയറി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ അദ്ദേഹത്തിന് ഇതിന് മാത്രമുള്ള അധികാരം കൊടുത്തത് ആരാണ്? അതാണ് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയാത്തത്. ഇത് നിരവധി തവണ ഇതേ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വെച്ച് മുൻ പ്രിൻസിപ്പാളായിരുന്ന ആളെ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ സൂചിപ്പിച്ചത്, അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ അധിക്ഷേപിക്കുക. അതായത് അവിടുത്തെ ഈ ഒറ്റപ്പാലം NSS കോളേജ് കാലങ്ങളായി KSU കാലങ്ങളായിട്ട് SFI ആയിരുന്നു. ഇപ്പൊ 51 വർഷത്തിന് ശേഷം 2 ടേമായി ഇപ്പൊ KSU യൂണിയനാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളും അവിടുത്തെ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ SFI മറ്റേ KSU യൂണിയൻ കൃത്യമായി ചെയ്തു പോവാണ്. അവിടെ നിരന്തരമായി സംഘർഷ സാധ്യത നിലനിൽക്കുന്ന, അതായത് ഒരു പ്രകോപനവും ഇല്ലാതെ KSUക്കാരെ ആക്രമിക്കുക അവിടെ അതിനകത്ത്. ആ ആക്രമിക്കുന്നതിന്റെ ആ സമയത്ത് DYSP ഉൾപ്പെടെ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ASI ഉൾപ്പെടെ ആളുകൾ അവിടെ വരിക. KSU ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി, യൂണിറ്റ് സെക്രട്ടറി M. ഫഹദ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലക്കിടിപ്പേരൂർ പഞ്ചായത്തിലെ പൂക്കാട്ടുകുന്ന് പ്രൈമറി ഹെൽത്ത് സെന്റർ തുറന്നു പ്രവർത്തിക്കാൻ നടപടി വേണമെന്ന് കോൺഗ്രസ്. 8-ാം വാർഡ് പൂക്കാട്ടുകുന്നിൽ നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ പിന്നിട്ടിട്ടും ആരോഗ്യ കേന്ദ്രം പ്രവർത്തനക്ഷമമാക്കാൻ നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് ലക്കിടിപ്പേരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഏകദിന ഉപവാസ സമരം നടത്തി. മുൻ മന്ത്രിയും ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന കൺവീനറുമായ VC കബീർ മാസ്റ്റർ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് K. പ്രേമൻ അധ്യക്ഷത വഹിച്ചു. ഒരാഴ്ചയ്ക്കകം നടപടിയുണ്ടായില്ലെങ്കിൽ DMO ഓഫീസിനു മുന്നിൽ സമരം ആരംഭിക്കുമെന്ന് ഉപവാസം ഉദ്ഘാടനം ചെയ്ത VC കബീർ മുന്നറിയിപ്പ് നൽകി. ഭരണസമിതി പിടിവാശി അവസാനിപ്പിക്കണമെന്നും ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അവർ ഈ വാർഡിലെ ജനങ്ങളുടെ അതാത് ദിവസത്തെ ആരോഗ്യനില പഠിക്കാൻ വേണ്ടപ്പെട്ടവരാണ്. അതുപോലെ തന്നെയല്ലേ സമരം ചെയ്ത് ഒരു 3-4 മാസമായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരിമാർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുമ്പിൽ ആ സമരം തീർക്കാൻ മുഖ്യമന്ത്രിക്ക് പോലും മനസ്സുണ്ടായിട്ടില്ല. ഈ മന്ത്രി വിളിച്ചുകൂട്ടി 2-3 പ്രാവശ്യം. ആശാ വർക്കേഴ്സിനോട് മര്യാദയ്ക്ക് പെരുമാറാൻ കഴിഞ്ഞില്ല. ഞാനൊരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ ആശാ വർക്കർമാരെ സാക്ഷി നിർത്തി ഞാൻ പറഞ്ഞു, വേലിത്തമ്പി തളവയുടെ പടമാണ് സെക്രട്ടേറിയറ്റ് മുമ്പിൽ, പടാല പ്രതിമ, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വാളാണ്. വേലിത്തമ്പി തളവയ്ക്ക് ജീവനുണ്ടെങ്കിൽ ആ വാള് മിന്നുന്നുണ്ടെങ്കിൽ ആദ്യം വെട്ടുന്നത് ആരോഗ്യമന്ത്രിയെ പിന്നെ മുഖ്യമന്ത്രിയുമാണ് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇത് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് കബീർ മാഷനെ പ്രസംഗിച്ചു എന്ന് പറയാൻ ഞാൻ ഏൽപ്പിക്കുകയും ചെയ്തു പോലീസുകാരോട്. എനിക്ക് ധൈര്യമുണ്ട്, ഞാൻ ദൈവത്തിന് പിന്നാലെയാണ്. എനിക്ക് ജാതിയും മതവുമില്ല. എനിക്ക് ജാതി മതമൊക്കെ എൻ്റെ സ്വന്തം കാര്യമാണ്. ബാക്കി എല്ലാവരും എൻ്റെ സഹോദരന്മാരാണ്, സഹോദരിമാരാണ്. ഇന്ത്യയിലെ ഓരോരുത്തരും നമ്മുടെ മാതാവിൻ്റെ, ഭാരത മാതാവിൻ്റെ ഓമനക്കുട്ടികളാണ്. നേതാക്കളായ TH ഫിറോസ് ബാബു, പറളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C. വിനയൻ, DCC സെക്രട്ടറിമാരായ P. സ്വാമിനാഥൻ, VK ശ്രീകൃഷ്ണൻ, സത്യൻ പെരുമ്പ്രക്കോട്, ഗിരീഷ് മാസ്റ്റർ, അഡ്വക്കേറ്റ് NK ജയദേവൻ, അഡ്വക്കേറ്റ് K. വിജയരാഘവൻ, PP പാഞ്ചാലി, B. ജിത്തു, NK ജയരാജൻ, A. ഹുസൈൻ ഷഫീഖ്, അബ്ദുൽ ഫാരി എന്നിവർ പ്രസംഗിച്ചു. P. ഷാജി സ്വാഗതവും ഗിരീശൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. രാവിലെ 10 മണി മുതൽ 5 മണി വരെയായിരുന്നു ഉപവാസം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സുതാര്യത ഉറപ്പാക്കുന്നതിനായി ഒറ്റപ്പാലം നഗരസഭാ സെക്രട്ടറിയെ മാറ്റണമെന്ന് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രക്രിയകളിൽ ഒരു വിഭാഗത്തിന് മാത്രം അനുകൂലമായി നടപടികൾ സ്വീകരിക്കുന്നയാളാണ് നിലവിൽ സെക്രട്ടറിയെന്നും ലീഗ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിനു മുമ്പ് ഒറ്റപ്പാലം നഗരസഭയിലെ സെക്രട്ടറിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവുമായാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒറ്റപ്പാലം നഗരസഭാ കമ്മിറ്റി രംഗത്ത് വന്നത്.
CPMന് അനുകൂലമായ സാഹചര്യങ്ങളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും സെക്രട്ടറി നടപ്പിലാക്കിയതെന്ന് ലീഗ് നേതാക്കൾ ആരോപിച്ചു. താലൂക്ക് വികസന സമിതി യോഗങ്ങളിൽ സെക്രട്ടറി പങ്കെടുക്കാത്തത് ജനാധിപത്യ വിരുദ്ധമാണ്. ഭരണസമിതിയുടെ ഒത്താശയാണ് ഇതിന് കാരണമെന്നും നേതാക്കൾ പറഞ്ഞു. തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ നിരുത്തരവാദപരമായ സമീപനങ്ങളാണ് സ്വീകരിക്കുന്നത്. ഒരു വിഭാഗം കൗൺസിലർമാരുടെ പരാതികൾ മാത്രം പരിഹരിക്കുകയും മറ്റ് കൗൺസിലർമാരുടെ പരാതികൾ അവഗണിക്കുകയും ചെയ്യുകയാണ്. സെക്രട്ടറിയെ ഉടൻ മാറ്റണമെന്ന് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് PMA ജലീൽ ആവശ്യപ്പെട്ടു. ജനാധിപത്യ പ്രക്രിയകളുടെ ഭാഗമായി താലൂക്ക് വികസന സമിതി യോഗങ്ങളിൽ രണ്ടാം ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗമായി തുടങ്ങിവെച്ച താലൂക്ക് വികസന സമിതി യോഗങ്ങളിൽ ഇതുവരെയും അദ്ദേഹം നേരിട്ട് പങ്കെടുത്തിട്ടില്ല. സർക്കാർ നിരവധി പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഇത്തരം പരാതികൾ കൊടുക്കാനുള്ള അടിസ്ഥാനപരമായ കാരണം എന്നത് പല ചോദ്യങ്ങൾക്കും പല സംശയങ്ങൾക്കും ഉത്തരം കിട്ടാത്തത് കൊണ്ടാണ് ഇത്തരം പരാതികളുമായി മുന്നോട്ട് പോയത്. പരാതികൾക്കും പരിഹാരമായില്ല എന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട്. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം ഈ മുനിസിപ്പാലിറ്റിയോട് സർക്കാരിനോട് അതിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുക. വാർത്താ സമ്മേളനത്തിൽ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൗസിയ ഹനീഫ, കൗൺസിലർമാരായ നുസ്രത്ത്, ആമിന സമീർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. രാസലഹരിക്കെതിരായ കേരള പത്രപ്രവർത്തക യൂണിയന്റെ ബ്രേക്കിംഗ് ഡി ക്യാമ്പയിന്റെ ഭാഗമായി പാലക്കാട് പ്രസ് ക്ലബ്ബിൽ QR കോഡ് പതിച്ചു. രാസലഹരിയുടെ വ്യാപനം തടയാനുള്ള പോരാട്ടത്തിൽ മാധ്യമപ്രവർത്തകരുടെ ധാർമ്മികതയുടെ ഭാഗമായാണ് QR കോഡ് പതിച്ചത്. QR സ്കാൻ ചെയ്ത് രാസലഹരി സംബന്ധിച്ച വിവരങ്ങൾ കൈമാറുന്ന ആളുകളെ തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. QR കോഡ് പതിപ്പിക്കൽ വിമുക്തി ജില്ലാ കോർഡിനേറ്റർ SK സന്തോഷ് കുമാർ നിർവഹിച്ചു. രാസലഹരിക്കെതിരെ സർക്കാരിനൊപ്പം സമൂഹവും അണിചേരണമെന്ന് സന്തോഷ് കുമാർ ആവശ്യപ്പെട്ടു. കൃത്യമായ വിവരങ്ങൾ ലഭിച്ചാൽ നടപടിയിൽ അമാന്തമുണ്ടാകില്ല. രാസലഹരിയുടെ ഉറവിടവും കടത്തും വിതരണവും തകർക്കാനുള്ള ശ്രമത്തിലാണ് കേരളമെന്നും സന്തോഷ് കുമാർ പറഞ്ഞു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ശ്രീനേഷ്, പ്രസിഡന്റ് നോബിൾ ജോസ്, യൂണിയൻ സംഘടനാ ട്രഷറർ മധുസൂദനൻ കർത്ത തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കറിയാം, രാസലഹരി അത്യധികം സമൂഹത്തെ ഗ്രസിച്ച ഒരു അവസ്ഥയിൽ സർക്കാർ തന്നെ നേരിട്ട് ഇത്തരം പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കുകയായിരുന്നു. അന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഇത് സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളും ഇതിനു വേണ്ടി പ്രവർത്തിക്കണമെന്നാണ്. അങ്ങനെയാണ് പത്രപ്രവർത്തക യൂണിയൻ ഇതിനു വേണ്ടിയിട്ടൊരു പ്രത്യേക പ്രോജക്റ്റ് തയ്യാറാക്കുന്നത്. ഈ പ്രോജക്റ്റ് ആദ്യം സമർപ്പിക്കുന്നത് മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. ഇങ്ങനെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനുള്ള സംവിധാനമുണ്ട്. അത് നിങ്ങൾ ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള മെസ്സേജ് ഇതിൽ ടൈപ്പ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ അയക്കുന്നത് ഏത് ഡിവൈസിൽ നിന്നാണോ അല്ലെങ്കിൽ ആരാണോ അയക്കുന്നത് എന്നുള്ളത് അറിയില്ല. അത് നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബ്രേക്കിംഗ് ഡി എന്ന് പറയുന്ന കൈകാര്യം ചെയ്യുന്നവരുടെ കയ്യിലേക്കാണ് എത്തുക. അവരതിന്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഹൃദയപൂർവ്വം പദ്ധതിയുടെ ഭാഗമായി DYFI ഷൊർണൂർ യൂണിറ്റിലെ വീടുകളിൽ നിന്ന് ശേഖരിച്ച ഭക്ഷണപ്പൊതികൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും എത്തിച്ചു. 938 ഭക്ഷണപ്പൊതികളാണ് DYFI ഷൊർണൂർ യൂണിറ്റ് ജില്ലാ ആശുപത്രിയിൽ വിതരണം ചെയ്തത്. ബ്ലോക്ക് സെക്രട്ടറി രാകേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. മേഖലാ സെക്രട്ടറി MK ഉണ്ണികൃഷ്ണൻ, പ്രസിഡന്റ് വിവേക്, രാജേഷ് പോൾ, രാഹുൽ, മിഥുൻ, അഖില, ഷിമ, ശാന്തി കൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരളശ്ശേരി ഹൈസ്കൂളിലെ റബിയ അറബിക് ക്ലബ്ബ്, സംസ്കൃതം ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ ബഷീർ ദിനം ആചരിച്ചു. സാഹിത്യകാരി തുളസി കേരളശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കഥാപാത്രമാക്കിക്കൊണ്ട് കഥകൾ എഴുതാൻ ധൈര്യം കാണിച്ച ആളാണ് ബേപ്പൂർ സുൽത്താൻ. അതുമല്ല, ഏത് കുട്ടിക്കും 6ാം ക്ലാസ്സുകാരന് വായിച്ചാലും മനസ്സിലാവും, 10ാം ക്ലാസ്സുകാരന് വായിച്ചാലും മനസ്സിലാവും, ഡിഗ്രിക്കാരന് വായിച്ചാലും മനസ്സിലാവും, ഏത് ചെറിയ കുട്ടിക്ക് വായിച്ചാലും മനസ്സിലാവുന്ന കഥകളാണ് ആരെഴുതിയത്. അന്നത്തെ കാലത്ത് വലിയ വലിയ സാഹിത്യകാരന്മാർ ഈ കഥകളെയൊക്കെ നിസ്സാരമായിട്ട് കണ്ടു. എന്നുവെച്ചാൽ ഇതൊക്കെ ഒരു കഥയാണോ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഒരിക്കൽ ബാല്യകാല സഖി എഴുതിയിട്ട് പ്രസിദ്ധീകരണത്തിന് അയച്ചു കൊടുത്തപ്പോൾ ഇത് എന്തിലും പെടുത്താം ചോദിച്ചത്രേ. എന്നുവെച്ചാൽ ഇതൊക്കെ ഒരു നോവലാണോ? അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഗഡ്സ് ആലോചിക്കണം. സ്കൂൾ പ്രധാനാധ്യാപിക P. രാധിക അധ്യക്ഷത വഹിച്ചു. ബഷീറിന്റെ പുസ്തക വായന
വീഡിയോ പ്രദർശനം, ചരിത്രവിസ്മയം, ബോധവൽക്കരണം എന്നീ പരിപാടികൾ നടത്തി. അറബിക് അധ്യാപകൻ VM നൌഷാദ്, സംസ്കൃത അധ്യാപകൻ AT ഹരിപ്രസാദ്, ക്ലബ്ബ് ക്യാപ്റ്റന്മാരായ KB ആയിഷ ഷബ്നം, PA ജംഷീർ, KS അനഘ, ശ്രീഭദ്ര K ഉണ്ണി, AI ആദിൽ, NS ഷാദിയ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് ജില്ലയിൽ നിപ്പ. തച്ചനാട്ടുകരയിൽ നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ. തച്ചമ്പാറയിലെ 4 വാർഡുകളും കരിമ്പുഴയിലെ 2 വാർഡുകളും അടച്ചിട്ടു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എല്ലാവിധ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും കളക്ടർ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ഒരു ജീവൻ നഷ്ടമായത് ആരോഗ്യമന്ത്രിയുടെ നിരുത്തരവാദ പ്രസ്താവന മൂലമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MP രമേശ്. ഒറ്റപ്പാലത്ത് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ നേതൃയോഗം. ആരോഗ്യമേഖലയിലെ അനാസ്ഥയ്ക്കെതിരെ തൃശൂർ DMO ഓഫീസിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഒറ്റപ്പാലം നഗരസഭാ സെക്രട്ടറിക്കെതിരെ മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ സുതാര്യമാക്കാൻ സെക്രട്ടറിയെ ഉടൻ മാറ്റണമെന്ന് നേതാക്കൾ. ഒറ്റപ്പാലം NSS കോളേജിൽ പോലീസും ഇടത് അധ്യാപക സംഘടനയും ചേർന്ന് സംഘടനാ സ്വാതന്ത്ര്യവും യൂണിയൻ പ്രവർത്തന സ്വാതന്ത്ര്യവും നിഷേധിക്കുകയാണെന്ന ആരോപണവുമായി KSU. നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ പിന്നിട്ടിട്ടും ലക്കിടി പേരൂർ പഞ്ചായത്തിലെ പൂക്കാട്ടുകുന്ന് പ്രൈമറി ഹെൽത്ത് സെന്റർ തുറക്കാൻ നടപടിയായില്ല. പ്രതിഷേധവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. അടഞ്ഞുകിടക്കുന്ന ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ കോൺഗ്രസിന്റെ ഉപവാസ സമരം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.